ഹായ്, വെൽക്കം ടു another വീഡിയോ. ഇന്ന് ഭയങ്കര കാഷ്വലായിട്ടൊക്കെ നമുക്ക് സംസാരിക്കാം കേട്ടോ. കാഷ്വൽ എന്ന് പറഞ്ഞാലും ഇറ്റ്സ് സ്ട്രിക്ട്ലി റിലേറ്റഡ് ടു വാട്ട് എവർ വി ആർ സെയിങ് ഹിയർ. ഓക്കെ, നമ്മൾ ഈ കൺസിസ്റ്റൻസി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിപ്പോൾ നമ്മൾ പറയില്ലേ, റിലേഷൻഷിപ്പിലാണെങ്കിലും കൺസിസ്റ്റൻ്റ് ആയിരിക്കണം എന്ന് പറയത്തില്ലേ, അതുപോലെ തന്നെയാണ് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് കൺസിസ്റ്റൻ്റ് ആയിരിക്കുക എന്ന് പറയുന്നത്. അതായത് അവരുടെ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇപ്പം ഇന്നത്തെ കാലത്തൊക്കെ ഒരുപാട് ബിസിനസ്സുകൾ വന്നും പോയിക്കൊണ്ടിരിക്കുക. ഇത് വരുന്നതിൻ്റെ അതേ സ്പീഡിൽ തന്നെ ഡിസ്പെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഓഡിയൻസിനെ സംബന്ധിച്ച് ആര് വിശ്വസിക്കണം, ആര് കൺസിസ്റ്റൻ്റായി മാർക്കറ്റിൽ ഉണ്ടാവും, ഇവരുമായിട്ട് നമ്മളിപ്പോൾ ഒരു ഡീലർഷിപ്പോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു കണക്ഷൻ ഉണ്ടായാൽ നാളെ ഇവരുണ്ടാവുമെന്ന് എന്താണ് ഉറപ്പ്, തുടങ്ങിയ കൺഫ്യൂഷൻസ് ഒക്കെ നമ്മുടെ ഓഡിയൻസിനെ സംബന്ധിച്ച് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ ഈ ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ ഇത്തരം സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് നമ്മുടെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രസൻസിലൂടെ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ എത്ര കൺസിസ്റ്റൻ്റ് ആവണമെന്ന് അതൊരു റിലേഷൻഷിപ്പിൻ്റെ ബേസിക്കായി പറയുന്നത് പോലെ തന്നെ ഒരു ബിസിനസ്സിൻ്റെ ബേസിക്കാണ് കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുക എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു കൺസിസ്റ്റൻ്റ് ആവുക എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് അത്ര കോമ്പറ്റീഷനൊക്കെ കൂടുതലാണ്. അപ്പോൾ ഇതിനിടയിൽ നമ്മൾ നന്നായിട്ട് ഡൗൺ ആവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഡെസ്പാവും, ഇതൊക്കെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണോ എന്നൊക്കെയുള്ളൊരു ചിന്തയൊക്കെ വരും. പക്ഷേ അപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു ഇൻസ്പിറേഷൻ എവിടെ നിന്നെങ്കിലും കണ്ടുപിടിക്കണം. എന്നിട്ടും കൺസിസ്റ്റൻ്റ് ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ നാളെ ഞാൻ അന്ന് ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ ഉള്ളത് എന്ന് പറയാൻ പറ്റും. അതിലൂടെ നമ്മുടെ നല്ലൊരു ഓഡിയൻസ് നമ്മളിലേക്ക് എത്തുകയും ചെയ്യും. അതായത് കൺസിസ്റ്റൻ്റ് ആയി നിൽക്കുന്ന ഒരു ബ്രാൻഡിനെ വിശ്വസിക്കാൻ ആളുകൾക്ക് താല്പര്യം കൂടുതലായിരിക്കും. ദിൽ കം ടു അസ്. അതാണ് അതിൻ്റെ ഒരു മാജിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് സിമ്പിളായിട്ട് ഞാൻ അതൊരു കൺസിസ്റ്റൻസിയെക്കുറിച്ച് വെറുതെ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊരു ബിസിനസ്സൊക്കെ ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നതിന് ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.